പ്രശസ്ത കൺസർവേറ്റീവ് പ്രവർത്തകനും ടേണിംഗ് പോയിന്റ് USA സ്ഥാപകനുമായ ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ നിർണായക തെളിവുകൾ കണ്ടെത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ. സംഭവസ്ഥലത്തിന് സമീപത്തെ കാട്ടിൽ നിന്നും വെടിയുണ്ടകൾ ഉൾപ്പെടെയുള്ള ബോൾട്ട് ആക്ഷൻ റൈഫിൾ അന്വേഷണ സംഘം കണ്ടെടുത്തു. അക്രമികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ചാർലി കിർക്കിന് രാജ്യത്തെ പരമോന്നത ബഹുമതി നൽകി ആദരിക്കുമെന്ന് US പ്രസിഡന്റ് വ്യക്തമാക്കി. യൂട്ടാ വാലി സർവകലാശാലയിൽ നടന്ന പ്രൂവ് മീ റോങ് എന്ന പൊതുസമ്മേളനത്തിനിടെയായിരുന്നു ചാർലി കിർക്കിന് നേരെയുണ്ടായ ആക്രമണം നടന്നത്. സംഭവസ്ഥലത്ത് അപ്പോൾ 3000-ഓളം പേർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. കോളേജ് പ്രായക്കാരനാണെന്ന് കരുതുന്ന അക്രമി സംഭവത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെട്ടു. അക്രമിയുടെ ചിത്രങ്ങൾ സുരക്ഷാ ക്യാമറയിൽ നിന്ന് പുറത്തുവിട്ടതായി FBI-യും സംസ്ഥാന അധികൃതരും അറിയിച്ചു. കറുത്ത വസ്ത്രവും തൊപ്പിയും ധരിച്ച അക്രമിയുടെ വസ്ത്രത്തിൽ അമേരിക്കൻ പതാകയുടെ പശ്ചാത്തലത്തിൽ പറക്കുന്ന ബാൾഡ് ഈഗിൾ മുദ്ര പതിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. വെടിവെപ്പിന് പിന്നാലെ അക്രമി മേൽക്കൂരയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതായും ദൃശ്യങ്ങളിൽ കാണാം. സംഭവസ്ഥലത്ത് നിന്ന് വെടിയുണ്ടകൾ കൊത്തിയെഴുതിയ സന്ദേശങ്ങൾ കണ്ടെത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൊലപാതകയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് $1,00,000 പാരിതോഷികം നൽകുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. കൂടാതെ FBI ഡയറക്ടർ കാഷ് പട്ടേൽ നേരിട്ട് ഓറമിലെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം ചാർലി കിർക്കിന് രാജ്യത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ചാർലി യുവജനങ്ങൾക്കായി പ്രവർത്തിച്ച മഹത്തായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൊലയാളിയെ ഉടൻ പിടികൂടും, യോഗ്യമായ ശിക്ഷ കൊടുക്കുകയും ചെയ്യുമെന്ന് ട്രംപ് പ്രതികരിച്ചു. വൈസ് പ്രസിഡന്റ് JD വാൻസ് കിർക്കിന്റെ കുടുംബത്തെ നേരിട്ട് കണ്ടു അനുശോചനം അറിയിച്ചു. ചാർലി കിർക്കിന്റെ മൃതദേഹം എയർഫോഴ്സ് 2 വഴി അരിസോണയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.